ഓ, ഊണ് കഴിക്കാതിരുന്ന അപ്പോഴും ഫോൺ. എക്സ്ക്യൂസ് മീ. ചേച്ചി, ഞാനുള്ള കാര്യം തുറന്നു പറയും. അതുകൊണ്ട് എല്ലാവരുടെയും വിചാരം ഞാൻ മണിയടിക്കാരനാ. ഹലോ. ഇപ്പൊ ഊണ് നന്നായിന്ന് വെക്കുക, ചേച്ചിക്ക് ഒരു കോംപ്ലിമെന്റ് എന്ന മണിയടിയാണോ? ഊണ് മോശമായി വെക്കുക, മോശമായി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാവോ? ഇല്ലല്ലോ. അപ്പോഴും സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് പറയാ, കൊള്ളാന്ന്. നമുക്കെന്താ നഷ്ടമെന്നേ? ഇതങ്ങനെ സന്തോഷത്തിന് പറഞ്ഞതാണോ? അയ്യോ, എന്റെ പൊന്നു ചേച്ചി, സത്യമായിട്ടല്ല, അമ്മയാണ് സത്യം. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല? ആരായാലും എന്താ? നോ നോ, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്താ? ആരാ? ഊണ് കഴിക്കണില്ലേ? ഇല്ല, എനിക്ക് ഉടനെ ഹോട്ടലിലേക്ക് പോകണം. എന്താ എന്താ പറ്റിയെന്ന് പറ. അവിടെ ഏതൊരു തെണ്ടി എന്നെ സ്റ്റാഫിനെ അടിച്ചു. എന്നിട്ട് അതെന്തായെന്ന് അറിയാനാ പോണേ. ഞാനും വരാം സാർ. ആരും വരണ്ട, താൻ ഊണ് വെച്ചിട്ട് തന്നെ ബാങ്കിലേക്ക് പോകും. നരനേട്ടാ, ഞാനും വരാൻ കൂടെ. ആരും വരണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായത്? ഒരു ഗസ്റ്റ് എന്നെ അടിച്ചു സാർ. എന്റെ ഷർട്ടെ കുത്തിപ്പിടിച്ചു. ദേ ഇത് കണ്ടോ? എന്തിനടിച്ചത്? അവർ രണ്ടുപേരുണ്ടായിരുന്നു, കൂടെ ഒരു പെണ്ണുണ്ട്. അത് ഫാമിലി എല്ലാം തോന്നിയപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ പറ്റില്ല, ഞാൻ മാനേജറെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവരെന്നെ അടിച്ചു സാർ. സാർ, അവർ നല്ല വെള്ളത്തിലായിരുന്നു. റൂം നമ്പർ എത്രയാ? 120. സാർ, ഇതൊരു പ്രശ്നമാക്കണ്ട, വലിയ പാർട്ടികളാണ്. നോ, സാധ്യമല്ല. അറിഞ്ഞുകൊണ്ട് ഇതൊരു വ്യഭിചാരശാലയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിലും പ്രധാനം, എന്റെ ഒരു സ്റ്റാഫിനെ അടിച്ചിട്ട് അവരിവിടെ ആണുങ്ങളെ പോലെ താമസിക്കാന്ന് വെച്ചാൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണോ ഈ മീശം വെച്ച് നടക്കുന്നത്? സാർ, ഞാൻ പോയി പറയാം സാർ. എന്ത് വേണം? സാർ, ഞാൻ ഈ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്ററാണ്. ദയവേദി നിങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യണം. പ്രൊപ്പറൈറ്റർ റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പോകാൻ പറ അയാളോട്. അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ വില എത്രാന്ന് ചോദിക്ക്. ആ കാശൊക്കെ പിടിച്ചോട്ടെ. ഓ, താനാണോ? വരണം വരണം, ഇരിക്കൂ. സാർ, ഇത് വളരെ മാന്യമായിട്ട് നടക്കുന്ന ഒരു ഹോട്ടലാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദിക്കുന്നതല്ല. എത്തരം കാര്യങ്ങൾ? ഇമ്മോറൽ ട്രാഫിക്, വ്യഭിചാരം. ഞങ്ങൾ അങ്ങനെ ഇമ്മോറലോ ക്രിമിനൽസോ ഒന്നുമല്ല. ഇദ്ദേഹം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ. ഇദ്ദേഹം നിങ്ങളുടെ ഹോട്ടലിൽ വന്നൊരു മുറിയെടുത്തു. ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇവിടെ വന്നു. ഞങ്ങളൊന്ന് സന്തോഷിക്കുന്നു കരുതിയാ മതി. പക്ഷെ അത് എന്റെ ഹോട്ടലിൽ പറ്റില്ല. എന്താ വല്ല പള്ളിയോ പള്ളിക്കൂടോ വെച്ചാണോ? കാശ് കൊടുത്ത് റൂം എടുത്താൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഒഴിയണം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വന്നാലേ റൂംബായി അല്ല, താനല്ല, തന്റെ തന്ത വന്ന് അടിക്കും. അടിക്കുമല്ലടാ. ആരും ഒന്നും ചെയ്യണ്ട. തോൽപ്പിച്ചു എന്ന് കരുതണ്ട. നിന്റെ കുറെ തെണ്ടുകളെ കണ്ടു ഭയന്നൊന്നും കരുതണ്ട. മദ്രാസ് KK നായർ വിചാരിച്ചാൽ എന്തും നടക്കും. എന്തും മറക്കണ്ട. രണ്ട് കൈമീശ് വന്നവനാ ബാലേന്ദ്രൻ. പേടിപ്പിക്കില്ലേ സാറേ? പേടിക്കരുത്. നമ്മൾ ഇനിയും കണ്ടുമുട്ടാതിരിക്കില്ല. ആ, എത്തിയടി. എവിടുണ്ട്? പ്രശ്നമൊന്നുമില്ല. നീ പേടിക്കണ്ട. നിമ്മിയാ, അവളാകെ പേടിച്ചിരിക്കുന്നു. നിമ്മേ, പേടിക്കാൻ എന്താ ഉള്ളേ? ഒന്നുമില്ല. നീ അതൊന്നും ആലോചിക്കണ്ട. ഞാൻ വേഗം വരും. നാരായണുണ്ടല്ലോ അവിടെ അല്ലേ? ശരി. ബാലേന്ദ്രൻ ഈ പറയുന്നതിലൊന്നും വലിയ നീതി ന്യായമൊന്നും ഞാൻ കാണുന്നില്ല. ഹോട്ടലാവുമ്പോ അതൊക്കെ പതിവാ. അതിനൊക്കെ കയറി ഹീറോ കളിച്ചാൽ എങ്ങനെയാ? ഹീറോ കളിച്ചതൊന്നുമല്ല. എന്റെ ഹോട്ടലിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ പതിവൊന്നും നടക്കില്ല. പിന്നെ എന്റെ സ്റ്റാഫിനെ അടിക്കാന്ന് വെച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും സംഗതി ബോറാക്കിയില്ലേ? നമ്മൾ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പേര് ഭാവി പ്രശ്നങ്ങളില്ലാതെ നോക്കുക. അതാ ഞാനും പറയണേ. ആ, നോക്ക് നോക്ക്. ഞാൻ എന്തിനാ വെറുതെ ഉറക്കം ചുറ്റണേ? ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങള്. ഞാനൊരു പാവം പോലീസുകാരൻ. പൂച്ചയ്ക്ക് എന്താ പൊഞ്ഞെടുക്കുന്നോടത്ത് കാര്യം? പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ സ്വഭാവം. നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടാലോ? KR നായരുടെ അളിയനെതിരെ പോലീസ് കേസോ? KR നായർ വരയ്ക്കുന്ന വര വിട്ടു പോകുന്ന ഒരു പോലീസും ഇല്ലൂടെ. അവർ വിചാരിച്ച എന്ത് നടക്കും മദ്രാസില്. ഇനി പ്രശ്നം ഉണ്ടാവേണ്ട നോക്കുക. KR നായരെ ഞാൻ കണ്ട് പറഞ്ഞു നോക്കാം. താഴേണ്ട അടുത്ത് നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുക്കുക. താഴ്ന്നു തന്നെയാ നിന്നത്. അപ്പൊ തലക്കറി ചവിട്ടിയാലോ? അതുപോലെ നേരെ ഒരുപാടായി.
വരുന്നിടത്ത് വെച്ച് കാണാം. ഊണ് കഴിച്ചിട്ട് പോ. വേണ്ട, നിമി ഊണ് കഴിക്കാൻ അവിടെ കാത്തിരിക്കണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്റെ ഹോട്ടലിൽ വെച്ച് കുറെ തെണ്ടുകളുടെ ബലത്തിൽ നീ തിണ്ണമെടുക്കുക കാണിച്ചു. ഇപ്പൊ ഒന്ന് കാണട്ടെ. അവരെ കണ്ട് ഭയക്കണ്ട. എന്റെ കണക്കുകൾ ഞാൻ തന്നെ തീർക്കുന്ന പതിവ്. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കും. പോകാനും ഇറങ്ങി വാടാ നായിന്റെ മോനെ. വേണ്ട, കൊല്ലണ്ട. ഇതെന്റെ കൈത്തരിപ്പ് തീർക്കാൻ. തീർന്നു എന്ന് കരുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. மிஸ்டர் கேஆர் நாயர் இருக்காரா? இன்னும் வரல சார். கே நாயர் சார் உள்ள இருக்காரு. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓ മിസ്റ്റർ മേനോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? മിസ്റ്റർ കെആർ നായർ അളിയൻ CM-ോട് ഡൽഹിക്ക് പോയിരിക്കുക. എന്ന് വരും? 3-4 ദിവസം കഴിയും. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ആരെയോ കാണാൻ പോയതാ. എന്താ വിശേഷിച്ച്? ഏയ്, ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമായിരുന്നു. നെക്സ്റ്റ് വീക്കിൽ വരൂ. ഞാൻ ഇറങ്ങിക്കോട്ടെ, സൈറ്റിലേക്ക് പോകണം. മിസ്റ്റർ നായർ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? സംതിങ് പേഴ്സണൽ. പ്ലീസ്, നിങ്ങൾ കാറിലിരിക്കും, ഞാനിപ്പോ വരാം. എന്താണ്, പറയൂ. എന്റെ സൺലോയും നിങ്ങളും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നറിഞ്ഞു. ചെറുതല്ല, വലിയ ഇഷ്യൂവാ. അയാൾ എന്നെ എന്റെ ഫ്രണ്ടിനെയും തല്ലി. അത് ഞാൻ തിരിച്ചടിച്ചു. അതെ, അതോടെ ആ ഇഷ്യൂ കഴിയണം. കഴിയില്ലല്ലോ. ഒരു പന്ന ഹോട്ടലും പലിശ കമ്പനിയും ഉണ്ടെന്ന് വെച്ച് അഹങ്കാരം കാണിക്കരുത്. പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം? നോ നോ മിസ്റ്റർ മേനോ, നിങ്ങൾ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. അയാളും ചോദിക്കണം. മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അഭിമാനം വ്രണപ്പെടുമ്പോഴാണ്. എന്നെ നാണം കെടുത്തിയാൽ നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ തരും? പറയൂ. ഒരു സോറി പറയൂ അല്ലേ? സോറി മിസ്റ്റർ മേനോ, അവനെ ഞാൻ തകർക്കും. അതിനെനിക്ക് 4 ഫോൺ കോൾസ് മതി. ഒരു നീർക്കുമുള പോലെ പൊട്ടും. ശ്രീലക്ഷ്മി ചിറ്റ്സ് ആൻഡ് ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ. അണ്ടർസ്റ്റാൻഡ്? അതെ അതെ, ആ പറയും. തരാമല്ലോ. ആ വന്നോളൂ. ഇല്ല ഇല്ലെന്നേ. ആര് പറഞ്ഞു? നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഒരു കുഴപ്പമില്ല, എപ്പോ വന്നാലും വിഡ്രോ ചെയ്യാം. ആ വന്നോളൂ. ശരി, ഷുവർ. എന്താ സാർ പ്രോബ്ലം? ഒന്നുമില്ല. അല്ല, ഇന്ന് കോളുകളുടെ ബേളാണല്ലോ. ആ ഹലോ, അതെ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുകയാണ്. ശരി, പറയാം. ഇല്ല, സണ്ണിലോ ആണ്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ. ശരി, പറയാം.
ചാലക്കുടിന്ന് ഒരു മുകുന്ദമ്മേനാണ്. എന്താ പറഞ്ഞേ? അച്ഛൻ വന്നാലുടനൊന്ന് വിളിക്കാൻ പറഞ്ഞു. എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ അച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്? അത് ഒന്നുമില്ല, നീ വെക്കോ, പിന്നെ പറയാം. അയാളുടെ എത്രയുണ്ട്? 2 ലക്ഷമാണെന്നാ തോന്നുന്നേ. ഞാൻ നിർബന്ധിച്ച് ഡിപ്പോസിറ്റ് ചെയ്യിച്ച പ്രശ്നമാ. ഒരു പ്രശ്നമില്ല. ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വസിക്കണം. ഇത് ആരോ പറഞ്ഞു പരത്തിയതാണ്. തരാം. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ? ഉറപ്പാണ്. ആരാണ് ഈ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? മോശം. ആരാണ്ട? ആരാ? സാർ, എന്താ? എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ആരോ സ്കാനിൽ അടിച്ചിറക്കിയിട്ട് നമ്മുടെ ബാങ്ക് പൊളിഞ്ഞു വന്നു. ഡെപ്പോസിറ്റേഷനോട് സമാധാനം പറഞ്ഞ് മടുത്തു. ഞാൻ പിന്നെ റിസീവർ എടുത്ത് താഴെ വെച്ചിങ്ങോട്ട് പോന്നു. എറണാകുളം ബ്രാഞ്ചിൽ ആരോ വന്ന് വഴക്കുണ്ടാക്കിയെന്ന് അവിടുന്ന് മാനേജർ വിളിച്ചു പറഞ്ഞു. അവിടെ ഫോൺ കോൾസിന്റെ ബഹള. എന്താ ചെയ്യാ സാർ? എനിക്കറിയില്ല. വേറെ ആരും ആയിരിക്കില്ല, അവൻ തന്നെ ആയിരിക്കും. ആര്? കെ നായർ ആൻഡ് ഗ്രൂപ്പ്. അല്ലാതെ ആരും നമ്മളോട് ചെയ്യില്ല. അങ്ങനെ വല്ലതുമാണെങ്കിൽ കുത്തി കൊല്ലണവനെ. നമുക്ക് ഈ ഡെപ്പോസിറ്റ് എല്ലാം തിരിച്ചു കൊടുത്താ പോരെ? മതി. പക്ഷെ എവിടെ നിർത്ത് കൊടുക്കാനാ? കാശ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കല്ലോ, ബിസിനസ് ചെയ്യല്ലേ. പിന്നെന്ത് ചെയ്യും? എനിക്കറിയില്ല എന്റെ ഈശ്വര. നിമേ, നിമേ, നാരായണ, അവളോട് സമാധാനായിട്ടിരിക്കാൻ പറ. ഒന്നും സംഭവിക്കില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ശിക്ഷ അനുഭവിക്കണേ? നമ്മുടെ സ്റ്റാഫ് കരഞ്ഞു കാണോ സുധാകര? പലർക്കും അറിയാം. ഫോണൊക്കെ വരുമ്പോ ആരാ സുധാകര? മേനോ സാറും വക്കീലുവാ. അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. എല്ലാവരും ചീട്ടുകൂട്ടാരം പോലെ തകരാൻ പോകുന്നാ തോന്നണേ. ഒന്നുമില്ല, നീ ധൈര്യമായിട്ടിരുന്നാ മതി. അങ്ങനെ കള്ളക്കഥ പറഞ്ഞ് തോപ്പിക്കാൻ പറ്റുമോ? നമ്മളിത് കൂളായിട്ട് ഫേസ് ചെയ്യുന്നു. നിമ്മയുടെ അകത്തുണ്ട്. അവൾ ആകെ ഭയന്നിരിക്കുക. സുധാര സാർ, നമ്മൾ കൊടുത്തിട്ടുള്ള ലോണുകളെല്ലാം എത്രയും വേഗം തിരിച്ചടപ്പിക്കണം. ആസ് സൂൺ ആസ് പോസിബിൾ. പെട്ടെന്ന് എന്നാ കിട്ടുക സാർ? ഈ ന്യൂസ് ഫ്ലാഷ് ആകുന്നതിന് മുമ്പ് കിട്ടാവുന്ന എമൗണ്ട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ലോൺ കൊടുത്തൊന്നും തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണ്ട. ആകെ ലോൺ എത്ര കൊടുത്തിട്ടുണ്ടാവും? ഉദ്ദേശം ഒരു 75-80 ലക്ഷം രൂപ. മൈ ഗോഡ്. ആലോചിക്കാൻ സമയമില്ല. എല്ലാ ബ്രാഞ്ചിലും ഫോൺ ചെയ്ത് പറയാ. ഒരു കാറും എടുത്ത് ഇറങ്ങാൻ പറയാ. സാർ, ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങാം. ശരി. ഇങ്ങനെ ഓടിച്ചെന്ന് ചോദിച്ചാൽ ആരാ ലോൺ തിരിച്ചടക്കുക? കിട്ടുന്നത് മതി, അത്ര ലാഭം. എന്നാ താമസിക്കണ്ട, ഇറങ്ങാം. വിളിച്ചോ? വിളിച്ചു. അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല. കാര്യമില്ല. പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ ആരാ ലോണ് തിരിച്ചെടുക്കുക? എന്തായി കാട്ടണേ? ഇത് എത്രാമത്തെയാ? മതി കുടിച്ചത്. പ്ലീസ് നിമ്മി, ഇന്ന് എന്നെ തടയരുത്. നിമ്മി പ്ലീസ്. കാലം തിരിച്ചു ഇറങ്ങാണെന്ന് തോന്നുന്നു. ഒക്കെ വെറുതെ ആലോചിച്ചുണ്ടാക്കുക. ഒന്നും ഉണ്ടാവില്ല. നിമ്മി, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദ്രാസ് നഗരത്തിൽ വന്നിറങ്ങിയ ഒരു ബാലചന്ദ്രനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തുണിസഞ്ചിയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും പഴകിയ 2 ഷർട്ടും മുണ്ടുമായി വന്നിറങ്ങിയ ഒരു പാവം. അയാളെ നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? പണം കണ്ട് മോഹിച്ചു എന്നാണോ കരുതുന്നത്? എങ്കിൽ KR നായരുടെ മകന്റെ മുമ്പിൽ ബാലേന്ദ്രൻ ഒന്നും ആയിരുന്നില്ല. എന്ത് നഷ്ടപ്പെടാൻ ഞാൻ ഒരുക്കമാണ്. ബാലേട്ടന്റെ സ്നേഹം ഒഴിച്ച്. മതി, എനിക്കത് മതി. പാല് പൊങ്ങാമ പാത്തുകോ. ശരിമാ.
എന്താ അയച്ചാ? ധർമ്മപുരി വരെ പോയി. കിട്ടിയത് വെറും 25,000 രൂപ. വെളുപ്പിനെ 3 മണിയായി വന്നപ്പോ. പിന്നെ നേരെ വീട്ടിൽ പോയി. ബാലേന്ദ്രൻ എഴുന്നേറ്റില്ലേ? ഇല്ല, രാത്രി ഉറങ്ങിയില്ല. വെളുപ്പായപ്പോഴാ ഒന്ന് കണ്ണടച്ചത്. സംഗതി ആകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാണല്ലോ മോളെ കാണുന്നത്. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണം. ബാലേട്ടനെ വിളിക്കണോ? വേണ്ട, നീ പറഞ്ഞാ മതി. ഞങ്ങൾ ഓഫീസിലേക്ക് പോവാ. സുധാകരൻ വരും. കംപ്ലീറ്റ് അക്കൗണ്ട് ബുക്സ്, ഡിപ്പോസിറ്റ് ആൻഡ് ലോൺ ഡീറ്റെയിൽസ് ഉടനെ മാറ്റണം. ഇനി നമ്മൾ സേഫ് ആവുക എന്നുള്ളതാണ്. ബാലിനോട് പുറത്തേക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവിടെ തന്നെ ഉണ്ടാവണം. പോവാം. അച്ഛൻ കാപ്പി കുടിച്ചോ? കാപ്പിയൊക്കെ പിന്നെ.